നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കൈപ്രം റോഡിൽ കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിച്ചു. ഗണപതി കണ്ടിത്താഴ വയലിലാണ് നെൽകൃഷിയും മറ്റു കൃഷികളുമാണ് നശിപ്പിച്ചത്. ഇതുവരെ കാട്ടുപന്നി പറമ്പുകളിലെ കാച്ചിൽ, കപ്പ, ചേന, ചേമ്പ്, തൈത്തെങ്ങ്, ചെറുകിഴങ്ങ് തുടങ്ങിയവയായിരുന്നു നശിപ്പിക്കാറ്. ഇപ്പോഴിതാ പേരാമ്പ്ര പഞ്ചായത്തിലെ 19-ാം വാർഡിലെ കൈപ്രം റോഡിലെ ഗണപതി കണ്ടിത്താഴ നെല്ലുൽപാദക സമിതിയുടെ കീഴിലെ നെൽകൃഷിയിലിറങ്ങി. കാട്ടുപന്നികൾ കൊയ്തെടുക്കാൻ പാകമായ നെൽച്ചെടികളാണ് വയലിലിറങ്ങി നശിപ്പിക്കുന്നത്. ഈ പ്രദേശത്തെ കാർഷിക വിളകളും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതായും വനംവകുപ്പ് നഷ്ടപരിഹാരം ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നമ്മൾ കൈപ്രം റോഡിലെ കുണ്ടുപാലം പാലത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഗണപതി കണ്ടിത്താഴ നെല്ലുൽപാദക സമിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ നെല്ലുൽപാദക സമിതിയിൽ വീതിയുള്ള നടവരമ്പത്ത് കപ്പ കൃഷിയും വയലിൽ മുഴുവൻ നെല്ലും ഉണ്ടാക്കുന്ന കൃഷിയാണ് വളരെ കാലമായി തുറന്നു വരുന്നത്. ഈ കൊല്ലമാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടാകുന്നത്. കാട്ടുപന്നി വന്ന് നട്ട അന്ന് മുതൽക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വയലിലേക്ക് നോക്കൂ, ഈ വയലിൽ കാണുന്ന പഴുത്ത നെല്ല് കൊയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എനിക്കുണ്ടായിരുന്നത് ഇവിടെ സ്വന്തമായി നിലമില്ല, പാട്ടത്തിനടുത്താണ്. ആ പാട്ടത്തിനടുത്ത നിലം ഇവിടെയുള്ളത് 3/4 ഏക്കറയാണ്. ആ 3/4 ഏക്കറയും അത് പുഴയിൽപ്പെട്ടതാണ്. അത് കൊയ്യാൻ മെനക്കെട്ടാണെങ്കിൽ തന്നെ 10-100 നെല്ല് കിട്ടും. അതിന് 10-15 രൂപ ചിലവാക്കണം. അപ്പോൾ അത് കൊയ്യാൻ ഒഴിവാക്കാം. തുടർന്ന് ഇനി അങ്ങോട്ട് ഞങ്ങൾ കൃഷി ചെയ്യണോ ചെയ്യണ്ടയോ, ഇതിന് നഷ്ടപരിഹാരം ആരാണ് തരിക? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട വിഷയം. ഞാൻ സാധാരണയായിട്ട് കപ്പ കൃഷിയും പച്ചക്കറിയും ഉണ്ടാക്കിയിരുന്ന ഈ സ്ഥലത്ത് ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അത്യാവശ്യം മുള്ളൻ്റെ ശല്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ കാട്ടുപന്നിയുടെ ശല്യവും എൻ്റെ കപ്പയും അതുപോലെ തന്നെ പച്ചക്കറിയും എല്ലാം നശിപ്പിച്ച് എൻ്റെ ആകെ ഒരു വരുമാനം എന്നുള്ള നിലയിൽ ഈ കൃഷിയായിരുന്നു. കൂടുതലായിട്ട് പിന്നീട് ഈ പ്രദേശത്ത് മൊത്തം പറമ്പിലും തന്നെ എല്ലാ വിളകളും ചേമ്പ്, ചേന എന്ന് വെക്കേണ്ട എല്ലാവിധ, പന്നിക്ക് എന്തെല്ലാം വാഴ എന്ന് വെക്കേണ്ട എല്ലാവിധ ഉപദ്രവവും വയലിൽ കൂടാതെ പറമ്പിലും ഉണ്ടായിട്ടുണ്ട്. 40 സെൻറ്റ് സ്ഥലമാണ് ഇതിലൊക്കെ താഴെപ്പാട് ശേഖരത്തിലുള്ളത്. അത് 40 സെൻറ്റും ഇപ്പോൾ പന്നി കുത്തി മറിച്ച സ്ഥിതിയിലാണ്. കൊയ്തെടുക്കാനൊരു നിർവാഹമില്ലാത്തൊരവസ്ഥയിലാണ്. പച്ചക്കറി കൃഷിയാണെങ്കിൽ പച്ചക്കറി കൃഷീൻ്റെ എല്ലാം തടത്തിൽ കൊത്തി മറിച്ച് പന്നി നാശം വിതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-50 മൂട് ചെറുകിഴങ്ങുണ്ടായിരുന്നു. ഒരൊറ്റയൊന്നും കിട്ടിയില്ല. എല്ലാം മുള്ളൻ പന്നി മാന്തി എടുത്ത് ഒരൊറ്റ വിത്ത് പോലും കിട്ടിയില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ. അടുത്ത കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.